അവന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ മ്യൂട്ട് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് സഹകരിക്കാൻ ഞാൻ വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവിന് ദാസി പ്രിയ ഫേബാൻഡി എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ തെലങ്കാനയിലെ ഹൈദരാബാദിലെ അസംബ്ലിസോട് സഭയുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായി സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഇതൊരു മലയാളം ചർച്ചാണ്, മലയാളം വർഷിപ്പാണ്. മറ്റു പ്രിയപ്പെട്ടവർ വന്നാൽ ട്രാൻസ്ലേഷൻ വെച്ച് ആരാധന നടത്തുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ഫേബാൻഡിക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. മാത്രമല്ല, ഈ എബനേസർ മലയാളം ഫെലോഷിപ്പ് ഈ ചർച്ചിനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ മീറ്റിങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് നൽകിയ എല്ലാ ദർശനത്തിനും കാഴ്ചപ്പാടിനുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിന്റെ വിശേഷ കൃപ തന്റെ ജനത്തിന്റെ മേൽ പകർന്ന് ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ജിറ്റി ജോൺ പല സന്ദർഭങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതിന് മുൻപ് മോള് പാട്ടുപാടി ആരാധിക്കുന്ന ആരാധനയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ദൈവം നൽകിയ എല്ലാ അഭിഷേകത്തിനും നിറവിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയിലേക്ക് പരിചയപ്പെടുത്തിയത് ബിന്ദു അന്ന ഈപ്പൻ. നിങ്ങളുടെ ഇടയിൽ മുൻപ് പല പ്രാവശ്യം വന്ന ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവൾ ദീർഘവർഷങ്ങൾ കൊണ്ട് എനിക്ക് പരിചയമുണ്ടെങ്കിലും ഈ അടുത്ത സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാനും ശുശ്രൂഷയിൽ ഒന്നിച്ചായിരിക്കാനും അവസരം നൽകിയത്. പ്രിയപ്പെട്ടവളാണ് എന്നെ ഇവിടേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചത് മാനുഷികമായി. അതുകൊണ്ട് വിശേഷാൽ പ്രിയപ്പെട്ടവളോട് ഞാൻ നന്ദി പറയുന്നു. പലപ്പോഴും പലരും അങ്ങനെയൊന്നും വലിയ വിശാല മനസ്സൊന്നും ആർക്കുമുള്ള ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവർ പല സൂം മീറ്റിങ്ങുകളിലും എന്റെ പേര് നിർദ്ദേശിച്ച് എന്നെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം പ്രിയപ്പെട്ടവരോട് ചെയ്യിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് പരിചിതമായ പല പ്രിയപ്പെട്ടവരും ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രിയ CP രായിച്ചാരെ ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രിയ ഷേബ ഡെന്നിസിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ലക്ഷ്മി സിസ്റ്റർ ഞാൻ ഇതിനകത്ത് ഞാൻ സൂം ID ഞാൻ കാണാനായിട്ട് ഇടയായി തീർന്നു. ദൈവം നടത്ത ആശ CG ആന്റി ഞാൻ ഇന്നാണ് വീഡിയോ ഓൺ ചെയ്ത് പല സന്ദർഭങ്ങളിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഒന്നിച്ചായിരിക്കാനും ദൈവം ഈ പേര് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയ അന്ന കണ്ടത്തിൽ ആന്റി ഇതിനകത്ത് സംബന്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ കൃപ തന്റെ ദാസിയോട് കൂടെ ദൈവം നടത്തുന്നില്ല. ഞാൻ അന്നാക്കണ്ടത്തിൽ ആന്റി ഓർത്തപ്പോൾ ഞാൻ ഓർത്തു, ഏകദേശം ഒരു 1.5 വർഷമായി ഞങ്ങളുടെ ചർച്ചില് ഒരു ആന്റി ക്യാൻസർ രോഗത്താല് ഭാരപ്പെട്ടു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടെന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ സഭാ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ 30 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നത്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. അതിനു മുൻപ് ഞാനൊരു പാസ്റ്റർ മകളായിരുന്നു. ഞാനൊരു പാഴ്സനേജിൽ തന്നെ എൻ്റെ ജീവിതമായിരുന്നത്. ഈ രോഗം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റിനോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടാണ്. പക്ഷേ ഈ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ഈ മനുഷ്യൻ നേരിടുന്ന ഒരു പ്രതിസന്ധി അത് ഭയങ്കര. അവർക്ക് അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, അതിനോട് പൊരുത്തപ്പെടാൻ ഒരുപാട് കാലമെടുക്കും. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആന്റി അവര് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുത്ത ഒരുപാട് നാള് നീണ്ട 17 വർഷം അവരുടെ വീട്ടിലാണ് ഈ സഭ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ വീടിന്റെ മുകളിലത്തെ നില ഒരു ചർച്ചിനായിട്ട് ക്രമീകരിച്ച് എല്ലാ സംവിധാനങ്ങളും, ഒരു സഭയ്ക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി. ഏത് ഗസ്റ്റ് വന്നാലും പാസ്റ്റർക്കും കുടുംബത്തിനും ഒന്നും അറിയേണ്ട, അവര് തന്നെ ഫുഡ് കൊടുക്കുന്നത്, അവര് തന്നെയാണ് ആ ചർച്ചിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ടവൾക്ക് ക്യാൻസർ എന്നറിഞ്ഞ ആ സമയത്ത് അവർ തകർന്നുപോയി. എന്നിട്ട് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് താൻ ചോദിച്ച, താൻ വളരെ ഭാരപ്പെട്ട തകർന്ന്, അതൊക്കെ നമുക്ക് ആ ഒരു സ്റ്റേജ് എന്നൊക്കെ പറയും, നമുക്ക് ആശ്വസിപ്പിക്കാനൊന്നും വാക്കുകളൊന്നും ഇല്ല അതിനകത്ത്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി പറയാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ അവരുടെ വീട്ടിൽ മിക്കവാറും ആഴ്ചയിൽ 1 ദിവസമോ 2-3 ദിവസമോ കൂടുമ്പോഴൊക്കെ പോകാറുണ്ട് ഭവനത്തില്. ആ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ പോയി അവരെ ധൈര്യപ്പെടുത്താൻ. ആ സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ അന്നാക്കണ്ടത്തിൽ ആന്റിയുടെ സാക്ഷ്യം യൂട്യൂബിൽ കേട്ടു, അതെന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തിയെന്ന്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്കോ പോലെ മറ്റൊന്നാകത്തില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. ദൈവം നമ്മളെ ഒരു വഴിയിലൂടെ കടത്തിവിടുമ്പോൾ
സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ പേർക്ക് അത് ധൈര്യം നൽകുന്നു, ആശ്വാസം നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ശുശ്രൂഷ പല സഭകളിലും പ്രിയാൻറ്റി കൺവെൻഷനിൽ വന്ന് ദൈവത്തിന് വചനം ശുശ്രൂഷിപ്പാൻ, കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷിപ്പാൻ, സൽക്കരിക്കാൻ ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതോർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ട് സ്തോത്രം. ഞാൻ വേഗത്തിൽ ദൈവത്തിന് വചനത്തിലേക്ക് പോകാം. ഇത്രയുമൊക്കെ ഞങ്ങളുടെ സാക്ഷ്യങ്ങളുള്ളൂ. ആമേൻ. വേഗത്തിൽ ഞാൻ വചനഭാഗത്തിലേക്ക് പോകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 15 വചനമാണ് ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 15 വചനം. ഞാൻ ഇന്നലെ വരെ മറ്റൊരു വേദഭാഗമാണ് ഇന്ന് പകൽ നിങ്ങളോട് ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ എന്റെ മനസ്സിൽ തയ്യാറാക്കി ആമേൻ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് ഈ വചനഭാഗം അങ്ങ് ആമേൻ കൊണ്ടുവരിക. വൈകുന്നേരം മുതൽ ഈ വചനഭാഗം എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. അപ്പൊ ഈ വചനഭാഗത്തിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ആമേൻ. ഈ ഇന്നലെ രാത്രി ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നുപോയപ്പോഴും ഈ വചനം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നങ്ങ് തികട്ടുക. അപ്പൊ മറ്റൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ തയ്യാറാക്കിയ മെസ്സേജിലേക്ക് എന്റെ മനസ്സ് പോകാത്തത് കൊണ്ട് ഈ വചനഭാഗത്തിലേക്ക് ഞാൻ ഇന്ന് ആമേൻ കടന്നു. എനിക്കറിയാം പരിശുദ്ധാത്മാവിനെ ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ആമേൻ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേൾക്കണം, ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം കേൾക്കണം. നമ്മൾ എങ്ങനെ ന്യായപ്രമാണങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ വേഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഒരിക്കല് ഒരു ആമേൻ ഭാര്യ ഒരു യൗവനക്കാർ വിവാഹിതരായവർ കുടുംബമായി ഒരുമിച്ച് പാർക്കാനായിട്ട് തുടങ്ങിയപ്പം ആമേൻ ഈ പ്രിയപ്പെട്ടവൾ എന്നും ഈ ഭർത്താവിനോട് പരാതി പറയും. നിങ്ങൾക്ക് ഓഫീസിലെ തിരക്കാണ്, ഞാൻ ഈ വീട്ടിനകത്ത് എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെന്ന് അറിയാമോ, ഞാൻ രാവിലെ എഴുന്നേൽക്കും മുതൽ എന്തോരം ജോലിയുണ്ട്, നിങ്ങൾ ഇത്ര വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയോ നാളായെന്നറിയാമോ, എന്നിട്ട് ഇതുവരെ നിങ്ങൾ എന്നെ ഒരു പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ എന്നോടൊപ്പം അല്പസമയം ചെലവിടാൻ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ എന്തൊരു തിരക്കുള്ള മനുഷ്യരാ. അങ്ങനെ എന്നും ഈ സ്ത്രീ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ മനുഷ്യൻ ഓഫീസിലേക്ക് പോകുമ്പോ അദ്ദേഹം ഇങ്ങനെ ഈ പുള്ളിക്കാരി വീണ്ടും ഇതേ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാൻ അത്ര ക്ഷമയില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പം അദ്ദേഹം ഓഫീസിലേക്ക് വളരെ തിരക്ക് പിടിച്ച് പോകാൻ ഇറങ്ങിയപ്പം ഈ സഹോദരി ഈ പല പ്രാവശ്യം പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നപ്പം അദ്ദേഹം പറഞ്ഞു, എന്റെ ഓഫീസ് ടേബിൾ, ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ടേബിളിന്റെ മുൻപില് ഞാൻ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നീ ആദ്യം ആ കത്തെടുത്ത് വായിക്കണം. ആമേൻ. അന്നേരം അവൾ പറഞ്ഞു, ഓക്കെ ഞാൻ കത്തെടുത്ത് വായിക്കാം. അവൾ ഓടിച്ചെന്ന് കത്തെടുത്തു. അദ്ദേഹം ഓഫീസ് കാറിൽ കയറി അങ്ങ് പോയി. കത്തെടുത്ത് അവൾ വായിക്കാൻ തുടങ്ങിയപ്പം അതിനകത്ത് അവളോട് പറഞ്ഞു, എന്റെ പ്രിയതമേ, എനിക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്നറിയാമോ, വിവാഹം കഴിഞ്ഞ് എന്റെ തിരക്ക് കൊണ്ട് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് താൻ ഇങ്ങനെ തന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ വാക്കുകളൊക്കെ ആദ്യം കേട്ടു. അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കുറച്ചു കഴിയുമ്പോൾ ആ ലെറ്റർ ഇച്ചിരി നീണ്ടതായതുകൊണ്ട് അവൾ അതിന്റെ ഇടഭാഗം എല്ലാം വിട്ടിട്ട് അവൾ ഏറ്റവും അവസാന ഭാഗം വായിച്ചു. അവിടെ വായിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ കൃത്യം 1 മണിക്ക് വരും. അപ്പൊ അവള് എന്ത് ചെയ്തറിയുമോ, വേഗം ഈ കത്ത് മടക്കി വെച്ചിട്ട് അവൾ ഓടിച്ചെന്ന് വീട്ടിലെ പണികളെല്ലാം ചെയ്തു, വീടെല്ലാം വൃത്തിയാക്കി, ആഹാരമെല്ലാം ഒരുക്കി വെച്ചു. അങ്ങനെ അവള് വളരെ തിരക്ക് പിടിച്ച് 1 മണിയാകുമ്പോൾ ഭർത്താവ് വരത്തില്ലേ, അതിനു മുൻപ് വീട്ടിലെ ജോലി എല്ലാം അവൾ ചെയ്തു തീർത്തു, എല്ലാ പണിയും ചെയ്തു തീർത്ത് കൃത്യം 1 മണിയായപ്പോ അവളുടെ പണി തീർന്നു. പക്ഷേ ഭർത്താവ് വന്നപ്പോ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വയർത്തു കുളിച്ച് നിൽക്കുന്ന, നമ്മൾ വീട്ടിൽ തറയൊക്കെ തുടച്ച് അടുക്കളയിലെ കിച്ചണിലെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ വേർത്തു കുളിച്ച് നിൽക്കുന്ന നമ്മുടെ ആ ഒരു രീതി ഒന്ന് ഭാവനയിൽ ഒന്ന് കണ്ട് ഭർത്താവ് വന്നപ്പോ ഇവൾ ഇങ്ങനെ നിൽക്കുന്നവളെയാ കണ്ടത്. ഭർത്താവിന് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ആ മേശപ്പുറത്ത് ഒരു കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നീ വായിച്ചോ? അവൾ പറഞ്ഞു, ഞാൻ വായിച്ചു. അദ്ദേഹം ചോദിച്ചു, നീ വായിച്ചോ? അവൾ പറഞ്ഞു, വായിച്ചു. അദ്ദേഹം ചോദിച്ചു, അത് മുഴുവനും നീ വായിച്ചോ? അവൾ പറഞ്ഞു, ഞാൻ ആ ഇടയ്ക്ക് കുറച്ചു ഭാഗം വിട്ടുപോയെങ്കിലും ഞാൻ കൃത്യമായി വായിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ചോദിച്ചു, നീ ശ്രദ്ധയോടെ വായിച്ചോ? അപ്പൊ അവള് പറഞ്ഞു, ഇല്ല, ഞാൻ ശ്രദ്ധയോടെ വായിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് കോപം വന്നിട്ട് അദ്ദേഹം പെട്ടിയൊക്കെ എടുത്തുകൊണ്ടങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇവള് പോയി ഈ കത്തെടുത്ത് വായിച്ചു. അദ്ദേഹത്തിന്റെ പെട്ടിയൊക്കെ എടുത്ത് അങ്ങ് യാത്ര പോയതിനു ശേഷം ഈ കത്തെടുത്തവർ ശ്രദ്ധയോടെ വായിച്ചപ്പം അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ കൃത്യം 1 മണിക്ക് വരും. അതുകൊണ്ട് നീ ഒരുങ്ങി നിൽക്കണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ഒരാഴ്ചത്തെ ട്രിപ്പിന് പോകുക. ഉച്ചക്കത്തേക്കിന് ആഹാരം ഒന്നും ഉണ്ടാക്കേണ്ട, നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യം ഫ്ലൈറ്റ്
3:30 ആകുമ്പോൾ ഫ്ലൈറ്റ് ആണ്. അതിന് മുൻപ് നമുക്ക് എയർപോർട്ടിൽ എത്തണം. ഒരാഴ്ച കഴിഞ്ഞേ നാം മടങ്ങി വരത്തുള്ളൂ. നിനക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് നീ നിൽക്കണം. കത്തു വായിച്ച സ്ത്രീ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് കാര്യം വല്ലതുമുണ്ടോ? ഇല്ല. ശ്രദ്ധയോടെ വായിക്കണം. ദൈവത്തിന്റെ വചനമോ നമ്മൾ അവിടുന്നും ഇവിടുന്നുമല്ല വായിക്കരുത്, ശ്രദ്ധയോടെ വായിക്കണം. ദൈവത്തിന്റെ വചനം അങ്ങനെയല്ലേ നമ്മളോട് പറയുന്നത്? ശ്രദ്ധയോടെ വായിക്കണം. ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധയോടെ ഈ രാവിലെ സമയം കേൾക്കാം. വചനത്തിന് മുൻപാകെ നമ്മളായിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാട്ടുകളും ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ദൈവത്തോട് പറയുന്നതും ദൈവത്തിന് കൊടുക്കുന്നതുമാ. പക്ഷെ വചനം എന്ന് പറയുന്നത് ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്ന, ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ആരിലൂടെയായാലും, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ആരിലൂടെയാണെങ്കിലും വചനം നമ്മളോട് ഇടപെടുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നവന് അത് അനുഗ്രഹമായി തീരും. ഇന്ന് രാവിലെ ദൈവാത്മാവ് അതിനെ നമ്മളെ സഹായിക്കട്ടെ. ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ഞാൻ നിന്നെ പുതിയത്, ഞാൻ നിന്നെ പുതിയത്, മൂർച്ചയുള്ളത്, പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനമാണ് ഞാൻ വായിച്ചത്. ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യഹോവയായ ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തോട് പറയുക, ഇതാ ഞാൻ നിന്നെ പുതുതാക്കാൻ തുടങ്ങുക, ഇതാ ഞാൻ നിന്നെ പുതുതാക്കാൻ തുടങ്ങിയ. ഈ വർഷത്തിന്റെ എത്ര ദിവസങ്ങളിലൊക്കെ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഈ ജനുവരി മാസം തുടങ്ങുമ്പോ നമ്മളോട് പറയാനുള്ള ഒരു ദൂത്, നമ്മെ പുതുതാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് നമ്മൾ പുതിയത് ചിലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, കണ്ടാലും സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ആരാ പുതുതാക്കിയത്? ക്രിസ്തുവിലാകുന്നവൻ. ക്രിസ്തുവിലാകുന്നവൻ. ഈ രാവിലെ ദൈവാത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദൂത്, കുഞ്ഞെ നിന്നെ ഒന്ന് പുതുതാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്താ പുതുതായി മാറേണ്ടത്? ഞാൻ മുഴുവനായി ഒന്ന് പുതുതായി മാറണം. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് അടുത്ത് വരുമ്പോ ഈ വചനം നമ്മൾ കേൾക്കുമ്പോ, ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പതിക്കപ്പെടുമ്പോ നമുക്ക് ആദ്യമേ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നെ ഒന്ന് പുതുതാക്കുന്ന പകലായി മാറണം. 2025 വരെ ഞാൻ ജീവിച്ച ഒരു സാഹചര്യമല്ല ഇന്ന് പകൽ ഒരു പുതിയതാക്കാൻ ഞാൻ എന്നെ ഒന്ന് വിട്ടുതരുന്നെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ആത്മാവ് നമ്മളോട് പറയാ, അവൻ നമ്മെ പുതുതാക്കുന്ന ദൈവമാണ്. 41-ന്റെ 14-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അവനെ വിളിച്ചുകൊണ്ട് പറയാ, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ചാൽ അവന് ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവന്റെ ബലം ക്ഷയിച്ചു പോകുന്നത് പോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവന്റെ ഹൃദയത്തിനകത്ത് പേടി തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ കർത്താവ് അവനോട് പറയുക, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാ. എന്നിട്ട് പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. നിന്നോട് പറയുക, നിന്റെ അതിന് 13-ാം വാക്യത്തിൽ പറയും, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച്. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഒരു നിയോഗം നമുക്ക് നൽകുമ്പോൾ, ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നാം അങ്ങ് പോകം നല്ല കർത്താവ് പറയുന്നത് നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം. ആത്മാവ് രാവിലെ നമ്മളോട് വിളിച്ചു പറയുന്നു, നമ്മൾ തനിയേ അല്ല കുഞ്ഞേ, നമ്മൾ തനിയേ അല്ല. ഏത് നിയോഗം ദൈവം നമുക്ക് നൽകുമ്പോ നമ്മുടെ വലങ്കരത്തിൽ പിടിച്ച് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. Praise to Jesus. Hallelujah. കർത്താവ് നമ്മളോട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാ. എന്നിട്ട് പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ആ ദൈവമാ നിന്നോട് പറയുന്നത്. ജീവിതത്തിന് നേരെ വരുന്ന കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ തളർന്നു പോകേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുക. ഇതിനകത്ത് ആരെങ്കിലും ഭാരത്താൽ നിരാശയാൽ ഒറ്റപ്പെടലിനാൽ സഹായിപ്പാൻ ആരുമില്ലെന്ന് തോന്നി ജീവിതത്തിന് മുന്നിൽ വന്നു നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഭയത്തോടെ എങ്ങനെ ഞാൻ അപ്പുറം കടക്കുമെന്നോർത്ത് നിരാശയോടായിരിക്കുന്നെങ്കിൽ ആത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ട. പറയുന്നവൻ ആരാണെന്നറിയാമോ? നിന്നെ വീണ്ടെടുത്തവൻ. പാപത്തിന്റെ ശാപത്തിന്റെ തകർച്ചയുടെ കുഴിയിൽ നിന്ന് നിന്നെ കയറ്റിയ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം.
Praise the Lord. Hallelujah. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ കൽപ്പന, ആമൻ, ഏറ്റവും അതിമഹത്തായ വാഗ്ദത്തം എന്താ? നിങ്ങൾ പോകണം. ആമൻ, എവിടെയല്ല ആമൻ സകല സൃഷ്ടിയോട് സുവിശേഷം പറയാ, പോകണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാ. പക്ഷെ ആത്മാവ് പറയുന്നു, നിങ്ങൾ തനിയല്ല. ലോകാവസാനം എല്ലാ നാളും ഞാൻ പറയും, എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനം 23:4 വചനത്തിൽ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോ, മരണ ഭയം എന്റെ മേൽ കടന്നു വരുമ്പോ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോ, കർത്താവ് പറയാ, അല്ല കുഞ്ഞേ, അല്ല, അവൻ കൂരിരുൾ താഴ്വരയുടെ നടുവിലോ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ജീസസ്. ഞാൻ ഈ ഞങ്ങളുടെ ചർച്ചിൽ ഈ ക്യാൻസർ രോഗം വന്ന് ഈ അമ്മാമ ഇങ്ങനെ സംസാരിക്കുമ്പോ, താൻ ഈ കീമോയ്ക്ക് റേഡിയേഷനും ഒക്കെ അതിനകത്തേക്ക് കയറുന്ന ഒരു സംഭവം എന്നോട് പറഞ്ഞു. ഈ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര ഇരുട്ടാ റൂമിനകത്ത്. ഈ റേഡിയേഷൻ അത് വളരെ എഫക്റ്റ് ആയതുകൊണ്ട് അത് കൊടുക്കുന്നവർ പോലും അതിനകത്ത്, നിങ്ങൾ പലരും നേഴ്സുമാരും ഈ ജോലി ചെയ്തവരൊക്കെ കഴിയും, എനിക്കത്രേ. പക്ഷെ അമ്മ പറഞ്ഞു, അതിനകത്ത് ഭയങ്കര ഇരുട്ടാ, നമുക്കങ്ങ് വല്ലാത്ത ഭയം തോന്നും അതിനകത്തോട്ട് കയറി കിടക്കുമ്പോ. പക്ഷെ ഒറ്റ ആശ്രയമേ ഉള്ളൂ, കർത്താവേ, ഈ എന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്ന ഒരപ്പൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഒരു ഉറപ്പല്ലാതെ ആ റൂമിനകത്തേക്ക് കയറുമ്പോ ഉണ്ടാകുന്ന ഒരു ഭയം, ഒരു ഭീതി. അപ്പം ചിന്തിക്കും, കർത്താവേ, എന്റെ കൂടെ വരുന്നൊരുവൻ, എന്റെ കൂടെ വരുന്നൊരുവൻ. അവൻ എല്ലാവർക്കും വരുന്നതിന് പരിധിയുള്ളപ്പം, പരിമിതികൾ ഉള്ളപ്പോ, എല്ലാവരും വരുന്നതിന്, ആമേ, നമ്മളെ സഹായിക്കുന്നതിന് ഒരു സ്ഥലം വരെ ഉള്ളപ്പോ, പരിധി കൂടാതെ, പരിമിതി കൂടാതെ, ഏത് സാഹചര്യത്തിലോ, ആമേ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലോ, കീമോ ചെയ്യുമ്പോഴോ, റേഡിയേഷൻ വിധേയരാകുമ്പോഴോ, ആമേ, ഒരു മനുഷ്യന് നമ്മുടെ അടുക്കലില്ലാതിരിക്കുമ്പോ, എത്ര സ്നേഹിക്കുന്ന ഭർത്താവിനും മക്കൾക്കോ, ആമേ, മരുമക്കൾക്കും കൊച്ചുമക്കൾക്കോ, ആമേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ വരുന്നതിന് ഒരു പരിധിയുള്ളപ്പോ, ആമേ, പരിധിയും പരിമിതിയും കൂടാതെ നമ്മുടെ അടുക്കൽ വരുന്ന ഒരു ദൈവം. ആ ദൈവ സ്നേഹം എത്ര അനുഭവിച്ചറിഞ്ഞവരാ നിങ്ങളിൽ പലരും, നമ്മളിൽ പലരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ നടുവില് ആരുമില്ലെന്നൊക്കെ തോന്നിയപ്പോ, ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നിയപ്പോ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ തോന്നിയപ്പോ, അവൻ ചേർത്ത് പിടിച്ചൊരു ദൈവം, ചേർത്ത് പിടിച്ചൊരു ദൈവം. ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് പറയുന്നു, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാതിരുന്ന ഇടങ്ങളെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നാശകരമായ കുഴി കുഴഞ്ഞ ചേറ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ നാശകരമായ കുഴി എന്ന് വെച്ചാൽ, പാപത്തിൽ ആണ്ടുകിടന്ന നമ്മളെ, ശാപത്തിൽ ആണ്ടുകിടന്ന നമ്മെ, തകർച്ചയിൽ ആണ്ടുകിടന്ന നമ്മളെ, രോഗത്തിൽ പെട്ടുകിടന്ന നമ്മളെ, അത് നിരാശയിൽ പെട്ടുകിടന്ന നമ്മളെ, ആമൻ, ആ കുഴി, നാശകരമായ കുഴി എന്ന് പറഞ്ഞ അവിടെ നിന്ന് വിടിവിക്കാൻ ആർക്കും കഴിയാതെ വേണം ഒരു കുഴിക്കകത്ത് പെട്ടുപോയി കിടന്ന നമ്മെ, ആമൻ, ഒരുപക്ഷെ പാരമ്പര്യത്തിൽ ആമൻ കുടുങ്ങിക്കിടന്ന നമ്മെ, വിഗ്രഹാരാധന കുടുങ്ങിക്കിടന്ന നമ്മളെ, അവൻ വിടിവിച്ചെടുത്തൊരു ദൈവമുണ്ട്. ലോകത്തിൽ ഒരു ശക്തിക്ക് വിടിവിക്കാൻ കഴിയാതിരുന്നപ്പോ, ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മളെ വിടിവിക്കാൻ കഴിയാതിരുന്നപ്പോ, ആമൻ, ആർക്ക് നമ്മളോട് കഴിവ് തോന്നാതിരുന്നപ്പോ, ആമൻ, ആർക്ക് നമ്മളെ വിടിവിക്കാൻ കഴിയാതിരുന്നപ്പോ, ആമൻ, നമുക്ക് വേണ്ടി വലങ്കരം നീട്ടി ഇറങ്ങി വന്നൊരു ദൈവം. നമ്മൾ നേരത്തെ പാടിയില്ലേ, യേശുവിന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുണ്ട്. Praise the Lord. അവൻ ആകാശത്തൂടെ മഹിമയിൽ മേഘാരൂഢനായി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നൊരു ദൈവമാ. ആമേൻ, ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. അത്തരം വേദഘടകക്ഷരാധന ആത്മാവ് നമ്മളോട് പറയുന്നു, ആ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തിയ ദൈവമാ. Praise the Lord. ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളർന്നപ്പോ നമ്മുടെ അമ്മമാരൊക്കെ ആശ്വസിപ്പിച്ച അമ്മമാരൊക്കെ വളരെ കുറവ്. ഇന്നൊക്കെ അമ്മമാരൊക്കെ കുറെ മാറിയിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മള് വിഷമം എന്ന് പറഞ്ഞാലും 2 തല്ലും കൂടെ തരുന്നതല്ലാതെ ആശ്വാസമൊക്കെ നമുക്ക് എത്ര പേർ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം അന്നൊക്കെ മക്കൾ ഒരുപാട് പേരാ. അതുകൊണ്ട് ആരുടെയും കാര്യങ്ങളൊന്നും കേൾക്കാൻ അവർക്ക് സമയമില്ല, ബന്ധപ്പാടുകളൊക്കെ അവർക്ക് കൂടുതലുമാണ്. അതുകൊണ്ട് വലിയ ആശ്വാസമൊന്നും നൽകിയിട്ടില്ല. പക്ഷെ ഈ വചനം എന്നെ ചിന്തിപ്പിച്ചപ്പോഴറിയാമോ, ഞങ്ങളുടെ ഈ മലയാളം ഡിസ്ട്രിക്റ്റിന് 24/7 ഒരു റിവൈവൽ പ്രയർ ഉണ്ട്. ഈ പ്രയറിനകത്ത് ഒരിക്കലും ഒരു അമ്മ എന്നോടൊരു ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് അറിയാമോ? ആ അമ്മയുടെ മകന് അവരെ വിട്ടു പോയിട്ട് ഏകദേശം 8 വർഷമായി. 8 വർഷം.
8 വർഷത്തിന് മുൻപ് ഈ മകൻ വീട് വിട്ടിറങ്ങിപ്പോയി. അവൻ എവിടെയോ ചെന്ന് വിവാഹം കഴിച്ചു. അവന് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവൻ ജീവിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്കറിയാം അവൻ എവിടെയോ ജീവിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഈ അടുത്ത സമയത്ത് ഈ അമ്മയോട് അവൻ ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞു, ആ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം, അവന് ഒരു ആക്സിഡന്റ് ഞാൻ കാണുന്നുണ്ട്, ആക്സിഡന്റ്. ആ ദൈവത്തിന്റെ ദാസൻ ഈ അമ്മാമ്മയോട് പറഞ്ഞു. ഇപ്പൊ ഈ അമ്മാമ്മയുടെ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് അറിയാമോ? എന്റെ മോൻ ആക്സിഡന്റ് ഒന്നും സംഭവിക്കാതിരിക്കാൻ അമ്മാമ്മയൊന്ന് പ്രാർത്ഥിക്കണം, എന്റെ മോന്. ഞാൻ പറയാം, 8 വർഷം കൊണ്ട് ഈ അമ്മയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, വിളിക്കുകയോ സംസാരിക്കുകയോ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ഒരു മകൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അറിവ് അവർക്കറിയാം. പക്ഷെ എന്നോട് പറയാ, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമൊന്നും വരാതിരിക്കാൻ അവൻ സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കണം. മകൻ മടങ്ങി വരണമെന്നല്ല, എന്നെ വിളിക്കണമെന്നല്ല പ്രാർത്ഥനാ വിഷയം. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാ ഒരു അമ്മയുടെ സ്നേഹം. ഞാൻ നിങ്ങളോട് പറയാ, ലോകപ്രകാരമുള്ള ഒരു അമ്മ അത്ര സ്നേഹിക്കുന്നെങ്കിൽ ആമേൻ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കുക. ദൈവത്തിൽ നിന്ന് വളരെ ദൂരം നമ്മൾ അകന്നുപോയിട്ടോ, നന്ദികേടുകൾ കാണിച്ചിട്ടോ, അവിശ്വസ്തരായി തീർന്നിട്ടോ, ഏൽപ്പിച്ച താലന്തുകളൊക്കെ അവരെ മടിയനായ മനുഷ്യരെ പോലെ ഒരു കുഴി കുടിച്ച് അതിനകത്ത് ഇട്ടിട്ട് എത്രയോ നാളുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാ. താലന്തൊക്കെ കിട്ടിയെന്ന് നമുക്കറിയാം, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ അലസരായി നമ്മൾ ഇരുന്നിട്ടോ, സ്നേഹനിധിയായ പിതാവ് ഇപ്പോഴും നമ്മളോട് പറയുക, അവ കുഞ്ഞെ നീ ഒന്ന് എഴുന്നേൽക്ക, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ആ ദൈവം നമ്മളോട് പറയുക, നീ ഒന്ന് എഴുന്നേൽക്കുന്നേ, എനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്ന്. ആത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് ദൂത് വിളിച്ചു പറയുന്നത്, നിന്നെ പുതുതാക്കാൻ. പഴയതല്ല കേട്ടോ, ഇതാ പഴയത് കഴിഞ്ഞ് മുൻപുള്ളവരെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവരെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ഈ വർഷത്തിൽ നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. കഴിഞ്ഞ കാലങ്ങൾ ജീവിതത്തിൽ വന്ന പരാജയങ്ങളാകട്ടെ, ജീവിതത്തിൽ വന്ന പാപങ്ങളാകട്ടെ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഒറ്റപ്പെടലുകളാകട്ടെ, ജീവിതത്തിൽ വന്നുപോയ കഷ്ടങ്ങളാകട്ടെ, ജീവിതത്തിൽ വന്നുപോയ നഷ്ടങ്ങളാകട്ടെ, എന്താ നിന്നെ തളർത്തിക്കളഞ്ഞത്? എന്താണ് നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറച്ചത്? എന്താണ് നമ്മളെ പിറകോട്ട് വലിച്ചത്? ആത്മാവ് പറയുന്നു, നിന്നെ തളർന്ന കൈകാലുകളെ നീ ഒന്ന് നിവർത്താൻ തയ്യാറായാൽ ഉപയോഗിക്കാൻ ഞാൻ ശക്തനാണ്. നീ ചേർന്ന് വരാൻ തയ്യാറാകുന്നുണ്ടോ? പല പ്രിയപ്പെട്ടവരും ഞാൻ കണ്ടിട്ടുണ്ട്, ഇരുന്നു പോകുന്ന, വേഗത്തിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന, ഒത്തിരി ദൈവത്തിന് വേണ്ടിയൊക്കെ ക്ഷോഭിച്ചിരുന്ന, അനേകരോട് ദൈവത്തിന്റെ ദൂതുകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി പേർ ഇന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോയ സന്ദർഭങ്ങൾ എന്താണെന്നറിയാമോ? ഒത്തിരി പേരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വന്ന കഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ വന്ന രോഗങ്ങൾ, പ്രതീക്ഷിക്കാതെ വന്ന കടബാധ്യതകൾ, തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. ഒത്തിരി പ്രതീക്ഷയോട് വളർത്തിക്കൊണ്ട് വന്ന മക്കളൊക്കെ യൗവനകാലത്ത് ദൈവകൃപയിൽ അകന്നുപോയപ്പോ പ്രസംഗിച്ച നിന്റെ പ്രസംഗം എന്ത് ചെയ്യുന്നോ? മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി നിനക്കെന്ത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ഓടാൻ കഴിയാതെ, ഉപയോഗപ്പെടാൻ കഴിയാതെ ഒതുങ്ങിപ്പോയവരുണ്ടെങ്കിൽ ആത്മാ വിളിച്ചു പറയുന്നു, നീ ഒന്ന് എഴുന്നേൽക്ക. 2026 ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതുതാക്കാൻ തുടങ്ങുകയാ. ഒരു പുതുക്കം നിന്റെ മേൽ വരാൻ തുടങ്ങുകയാ. ഒരു പുതുക്കം നിന്റെ മേൽ നൽകാൻ തുടങ്ങുകയാ. ഒരു പുതുക്കം നിന്റെ മേൽ. ഞാൻ സമയത്ത് തന്നെ നിർത്തി. ഞാനൊരു പാസ്റ്റർ ഭാര്യ ആയതുകൊണ്ട് സമയം കൃത്യമായി നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് എനിക്ക് എത്ര ആത്മാവാണ് നമ്മുടെ പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കുന്നത് അല്ലേ? ഞങ്ങള് ഈ ഒരിക്കൽ വിദേശ രാജ്യത്ത് ഈ സമയത്തിന്റെ ആരും ആത്മാവ് പ്രേമി, ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ സമയം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വിദേശ രാജ്യത്തെ ശുശ്രൂഷയ്ക്ക് അപ്പം അവിടെ കുടുംബമായി സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾ പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം ഈ നാട്ടിൽ നിന്നൊക്കെ പാസ്റ്റർമാർ വരുമ്പോ അപ്പോഴാണ് ഈ സമയത്തിന്റെ പ്രത്യേകതയൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ഈ കൃത്യം 9 മണിക്ക് ആരാധന നിർത്തുമ്പോൾ 9 മണി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ ഗ്രൗണ്ടില് വണ്ടി വന്ന് നിൽക്കും. ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ക്യാമ്പുകളിൽ നിന്ന്, എനിക്ക് ഈ സിംഗപ്പൂരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ക്യാമ്പുകളിൽ നിന്ന് ഒരുപാട് പേര് വരും. ഈ ക്യാമ്പിൽ നിന്ന് വരുന്നവരെ കൊണ്ടുപോകാൻ 9:01 എന്ന് പറയുമ്പോൾ വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവർ നിർത്തുന്നത്. 9:02 പിന്നെ വണ്ടി അവിടെ നിൽക്കത്തില്ല, ആ വണ്ടി അങ്ങ് പോകും. പിന്നെ ഈ ക്യാമ്പിൽ എത്രയോ ദൂരത്തുനിന്ന് വരുന്നവരെ നമ്മൾ ഈ വണ്ടിക്കകത്ത് പോയില്ലെങ്കിൽ പിന്നെ അടുത്ത ആളുടെ ഉത്തരവാദിത്വം ഇവരെ കൊണ്ടുവിടുക എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ആത്മാവ് നയിക്കുന്നൊക്കെ പറഞ്ഞാലും വണ്ടി അവിടെ നിൽക്കത്തില്ല, വണ്ടി അങ്ങ് പോകും. അപ്പം പലപ്പോഴും അത് ചർച്ചിനകത്തൊരു ഇടർച്ച ഉണ്ടായിട്ടുണ്ട്.
ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സൂം മീറ്റിംഗിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് 10 ഞാൻ 10 മണി വരെ എനിക്ക് ആ സമയം തന്നത്. അപ്പൊ ഞാൻ 10:10 പ്രസംഗം നിർത്താൻ. അപ്പം എന്റെ ഒരു സഹോദരൻ ആ മീറ്റിംഗിലുണ്ടായിരുന്നു, ഒരുപക്ഷെ ബ്ലസ്സിക്കൊക്കെ അറിയ ഷാജൻ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കൊരു ടൈം അതിലൂടെ നിർത്തണം. കാരണം അന്നേരം ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ പ്രസംഗിച്ചിട്ട് മരിക്കാൻ പോവാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഞാൻ തകർത്ത പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ വളരെ ആവേശത്തിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ വിളിച്ചേച്ച് നീ നല്ല മിടിക്കുക എന്നൊക്കെ പറയൂന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പം വിളിച്ചോണ്ട് എന്നോട് ചോദിച്ചു, എന്താ പ്രസംഗിച്ചിട്ട് മരിക്കാൻ പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചേടാ ഇതെന്തൊരു ക്വസ്റ്റ്യനാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറ്റി. സമയം പാലിക്കാൻ പഠിക്കാത്ത ഈ പണിക്കൊന്നും പോകരുത്. അപ്പൊ ഞാൻ അതുകൊണ്ട് കൃത്യസമയത്ത് എനിക്കറിയാം സമയം നിർത്തണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പം നമ്മള് ഈ കൃത്യസമയത്ത് നിർത്തുക എന്നുള്ളത് ആത്മാവ് നമുക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സമയത്ത് തന്നെ നിർത്തും കേട്ടോ. അപ്പൊ ഇത് പറയാ, ഞാൻ നിന്നെ വേഗത്തിൽ പോ, പുതിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കാൻ പോയ. നമുക്ക് ഈ പുതിയതാക്കാനേ നമ്മളെങ്ങനെ ഈ പഴയ നിയമകാലത്ത് പ്രവാചകനൊരു അഭിഷേകം, പുരോഹിതനൊരു അഭിഷേകം, രാജാവിനൊരു അഭിഷേകം, വ്യത്യസ്തമായ അഭിഷേകങ്ങളാണ്. പക്ഷെ പുതിയ നിയമകാലത്ത് നമ്മൾ വന്നിരിക്കും അങ്ങനെ വ്യത്യസ്തമായ അഭിഷേകമില്ല. ആത്മാവ് നമ്മുടെ മേൽ, എല്ലാവരുടെ മേൽ, രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി എല്ലാവരിലും ആത്മാവ് ദൈവം പകർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ മേലും പകർന്നിട്ടുണ്ട്. അവൻ അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിക്കപ്പെട്ട കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ആ കൃപാവരം നിന്നിലുണ്ട്, പക്ഷെ ജ്വലിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തി. ദൈവം നമ്മളോട് ആരോടും പറയത്തില്ല നീ ഒന്ന് ജ്വലിപ്പിക്കുക. കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, പക്ഷെ അത് ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങൾ എന്തൊക്കെയാണോ, അഭിഷേകങ്ങൾ എന്തൊക്കെയാണോ, കൃപാവരങ്ങൾ എന്തൊക്കെയാണോ, അത് പരിജ്ഞാനത്തോടും വിവേകത്തോടും അത് ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയണം. ലഭിക്കപ്പെട്ടതിനെ മൂടി വെച്ചവരുണ്ടെങ്കിൽ ഈ രാവിലെ ആത്മാവ് ഈ പുതിയ വർഷത്തിൽ നമ്മളോട് പറയുന്നു, എന്തെങ്കിലുമൊക്കെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു വരാൻ ആത്മാവ് നമ്മളോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദും ഗോലിയാത്തും, നമുക്ക് ആ വിഷയം അറിയാം. അപ്പം ഈ ദാവീദ് ഒരിക്കല് ഈ ആടിനെയൊക്കെ മേയിച്ച് അവിടെയായിരുന്നു ഇല്ലേ. അപ്പം ഈ അപ്പന്റെ വീട്ടില് ഒരിക്കൽ ഇശായിയുടെ വീട്ടില് ശൗല് ഈ തൈലപാത്രമായിട്ടൊക്കെ വരുന്നുണ്ട്. തൈലപാത്രമായിട്ട് വരുമ്പോൾ ശമൂവേല് നേരത്തെ ആളിനെ അയച്ചു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവിടെ ഒരു ഒരു യാഗം നടക്കാൻ പോകുക, ഒരു ആരാധന നടക്കാൻ പോകുക, ഒരു വിരുന്ന് നടക്കാൻ പോകുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇശായി തന്റെ 7 മക്കളെയും വിളിച്ചു കൂട്ടി അവിടെ വിരുന്നൊക്കെ എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ദാവീദ് ഒന്നൊരുത്തൻ അവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? കാട്ടിലുണ്ട്. അപ്പം അപ്പന്റെ വിചാരം എന്താ, ഇവനെ കൊള്ളത്തില്ല, എന്തിനാ ഈ എന്തോ അഭിഷേകം, രാജാഭിഷേകം എന്ത് ഒഴിക്കാനാ വന്നതെങ്കിലും അതിന് യോഗ്യനല്ല. ആരാ? ദാവീദ്. അതിനുള്ള പ്രാപ്തിയൊന്നും അവനില്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടില് ഇന്നാണോ ഒരു കുട്ടിയൊക്കെ നമ്മുടെ വീടിനകത്ത് വന്നു തുടങ്ങി, 2 പിള്ളേരൊക്കെ ആയി വന്നു തുടങ്ങിയത്. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണുള്ളത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അവർ 14 മക്കളാണ് ഉള്ളത്. അപ്പം അന്നത്തെ കാലത്ത് ഇത്ര മക്കളൊക്കെ ഉള്ള ഒരു കാലം. ഈ കാലത്തില് ഒരു പ്രവാചകൻ നമ്മുടെ വീട്ടിൽ അഭിഷേകത്തിന്റെ തൈലവുമായി വരുന്നു എന്ന് നമ്മളങ്ങ് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ ഞാൻ ശുശ്രൂഷക്കായി വേർതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ അഭിഷേകം പകരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അയ്യോ, ഇന്നൊക്കെയാണെങ്കിൽ പഴയ കുറച്ച് നാൾ, ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. വീട്ടിൽ ഏറ്റവും കൊള്ളാത്തവനെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്തവനെ സുവിശേഷയിലേക്ക് കൊള്ളാം എന്ന് പറയുന്ന അതൊക്കെ മാറി കേട്ടോ. പക്ഷെ പഴയ കാലത്ത് അങ്ങനൊന്നുമല്ല. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ പറഞ്ഞ ഒരാള് ഇതിവിടെ സഭാ ശുശ്രൂഷയ്ക്ക് പോകുന്ന സുവിശേഷ വേലയ്ക്ക് പോകുന്ന പണിക്കല്ലാതെ ഇസ്രായേലിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വന്നേക്കുക. അപ്പൊ ഈ അഭിഷേകവുമായിട്ട് വന്നപ്പം നമ്മുടെ വീട്ടിൽ ഒരു പദവി തരാൻ ഒരു അഭിഷേക തൈലവുമായി വന്നാൽ ഏറ്റവും മിടുക്കനായവനെ അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് താല്പര്യമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര പേരുടെ മാതാപിതാക്കൾ നമ്മളെ പിടിച്ച് മുന്നിൽ കൊണ്ടു നിർത്തും? എന്റെ വീട്ടിൽ എന്റെ അപ്പനും അമ്മയും നിർത്തത്തില്ലെന്ന് 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അത്ര 5 മക്കളിലും ഞാൻ അത്ര മിടിക്കൊന്നുമല്ല. എന്റെ അപ്പനും അമ്മയെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല മിടിക്കാതുകൊണ്ട് ഇവളെ അഭിഷേകം ചെയ്തോ എന്ന് പറഞ്ഞ് എന്റെ അപ്പനും അമ്മയെ കൊണ്ട് നിർത്തത്തില്ലെന്ന് എനിക്കറിയാം. കാരണം മനുഷ്യർ പുറമെയുള്ളതാണ് നോക്കുന്നത്, മനുഷ്യൻ പുറമെയുള്ളത്. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുക, യോഗ്യതയില്ലെന്ന് പറഞ്ഞ് കഴിവില്ലെന്ന് പറഞ്ഞ് പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് മനുഷ്യരൊക്കെ എത്ര മാറ്റി നിർത്തിയാലോ നിന്റെ മേൽ അഭിഷേകം പകരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവ് പറയാ, നീ എവിടാണെങ്കിലോ, നീ ഏത് പാരമ്പര്യത്തിൽ കെട്ടിപ്പടഞ്ഞു കിടന്നാലോ, നീ ഏത് അവസ്ഥയിൽ കിടന്നാലോ, ഒരു ശക്തിക്ക്
വിടിവിക്കാൻ പറ്റാത്തതുപോലെ ബന്ധനത്തിനകത്ത് നീ ആയിരിക്കുന്നതെങ്കിലോ ആത്മാവ് നിന്നോട് പറയാ, അവിടെ നിന്ന് നിന്നെ വിളിച്ചു കൊണ്ടുവന്ന നിന്റെ മേൽ അഭിഷേകം പകരുന്നവനാ ദൈവം. ഇന്ന് പകലൊന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, നമ്മൾ ആയിരിക്കുന്ന മേഖലകൾ, നമ്മൾ പാർക്കുന്ന ഭവനം, ആമേ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ആമേ, നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ആമേ, ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇതിലൊക്കെ നമ്മൾ യോഗ്യതയുള്ളവരായിരുന്നോ? അല്ലവേ അല്ല. ഒരു കണ്ണിലും ദയ തോന്നാതിരുന്ന നമ്മള്, ആമൻ ആർക്കും വിടുവിക്കാൻ കഴിയാതിരുന്ന നമ്മള്, അവൻ സ്നേഹനിധിയാ ദൈവത്തിന് കരുണ തോന്നിയിട്ട് അവൻ നമ്മുടെ മേൽ വിശേഷ വിളിയാൽ, വിശേഷ തെരഞ്ഞെടുപ്പിനാൽ അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് അർഹതയില്ലാത്തതൊക്കെ നമുക്ക് നൽകി തന്ന വിളിച്ചു പറയുന്ന വാക്ക്, ആമേ, യഹോവ തന്റെ ജനത്തിന് അവൻ ദരിദ്രന്മാരെ കുപ്പയിൽ ഉയർത്തുന്നവൻ, അവൻ ദരിദ്രരെ പൊടിയിൽ നിന്നോ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുക മാത്രമല്ല, പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന് പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നവൻ. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുക, ആമേ, ആമേ, നമ്മളെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഒരു ദൈവം, പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തി ഒരു ദൈവം, ആമേ. ആ ദൈവം നമ്മളോട് പറയുന്നു, നമ്മൾ അനുഭവിക്കുന്നതല്ല, ആമേ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, ദൈവത്തിന്റെ മഹാദയാല. എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, കർത്താവേ, ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാ, ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാ. ആന്റി ദൈവാത്മാ പറയുക, യഹോവ നടത്തിയ വഴികളില് അവിടുന്ന് കൊണ്ടുവന്ന വിധങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ആമേ, ആമൻ ആത്മാവ് പറയുന്നു, അർച്ചന യോസേഫ് കൊണ്ടുവന്ന പൊതിയഴിച്ച സഹോദരന്മാർ സന്തോഷത്തോടെ ഭക്ഷിക്കുമ്പോ ആമ സ്വന്തം സഹോദരനെ പിടിച്ച് പൊട്ടക്കണത്തിൽ ഇട്ടിട്ട് അവര് ആമ യോസേഫ് കൊണ്ടുവന്ന ആമന ഭക്ഷണ പൊതി ആമന് അഴിച്ചവർ കഴിച്ചത്, ആത്മാവ് പറയുന്നു, നന്മ അനുഭവിച്ചവരോ ആമ കൂടെ ചേർത്തു പിടിക്കേണ്ടവരോ, അർച്ചന നിന്റെ കുഴിയിൽ നിന്ന് കയറ്റുമെന്ന് നീ വിചാരിച്ചവരോ, നിന്നെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ മാനുഷികമായി നീ കരുതിയവരോ മാറിപ്പോയ ഇടത്ത് ആത്മാവ് പറയുന്നു, അൽക്കട ദൈവത്തിന് നിയമങ്ങളും വാഗ്ദത്തങ്ങളും നിന്റെ മേൽ നൽകുക മാത്രമല്ല, അതിനെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ആദരിച്ചൊരു ദൈവം. അർഹതയില്ലാത്തതൊക്കെ നൽകി തന്ന ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ദൈവാത്മാ പറയുന്നു, നടത്തിയ വഴികളൊന്ന് ഓർക്കണം. അവൻ പാട്ടുകാരൻ പറയുന്നില്ലേ, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിത യാത്രയിൽ കഴിഞ്ഞു പോയപ്പോ, ആമേ, കൈ നീട്ടിന പലർക്കും മുൻപിൽ നിന്നപ്പോ എന്നെ ചേർത്ത് പിടിച്ച ഒരപ്പൻ, എനിക്ക് ആവശ്യമുള്ള നൽകിയ ഒരപ്പൻ, ജീവനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെട്ട നാളുകളുടെ നടുവിൽ നിന്ന് സമൃദ്ധിയായി അനുഗ്രഹിച്ച ഒരു ദൈവം, അളന്നു കൊടുക്കത്തക്കവണ സമൃദ്ധിയിലേക്ക്, കറ്റ കൂമ്പാരങ്ങളുടെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നൊരു ദൈവം. ആത്മാ പറയുന്നു, നിന്നെ ഒന്ന് പുതുതാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? പുതിയൊരാത്മാവിനെ നിന്റെ ഉള്ളിലാക്കി, പുതിയൊരാത്മാവിനെ നിന്റെ ഉള്ളിലാക്കി. ആത്മാ പറയുന്നു, മൻപയുടെ കാലിന് തുല്യമായി നിന്റെ കാലിനെയാക്കി. ആമേ, എനിക്ക് നിന്നെ ഉന്നതികളിൽ നടത്തുവാനുണ്ട്. ചില വാക്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ കൂടെ വെളിപ്പെടുത്താനുണ്ട്. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാം. നമ്മെ പുതുതാക്കുന്ന ഒരു ദൈവം, നമ്മെ പുതുതാക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ദാവീദിന്റെ ജീവിതം വന്നത്, ദാവീദ് അതിനുശേഷമേ ഈ കാട്ടിലൊക്കെ ആയിരുന്നു. അവൻ ഒരിക്കൽ ഒരു സിംഹവും കരടിയൊക്കെ അവന്റെ നേരെ വന്നു. അതൊക്കെ അവൻ പിന്നീട് പറയുന്നത്. ആമേൻ. പക്ഷേ അവന് പറയാം, നമ്മളാണെങ്കിൽ ഇന്നും ഓർത്തു നോക്കിക്കേ, ആമേൻ, ഫ്ലെക്സ് ഉണ്ടായിരുന്നെങ്കിൽ, മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നത്തെ കാലമായിരുന്നെങ്കിൽ, ഒരു എലിയെ പിടിച്ചാൽ പോലും വാർത്തയാക്കുന്ന ഈ കാലത്ത്, ആമേൻ, കരടിയെ സിംഹത്തെ കൊന്നതൊന്നും ആരും അറിഞ്ഞില്ല. ആമേൻ, ഒരു മനുഷ്യനും അറിഞ്ഞില്ല. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അഭിഷേകം തലയിൽ വീണിട്ട് എത്രയോ കാലമായി, നിയോഗങ്ങൾ പ്രാപിച്ചിട്ട് എത്രയോ കാലമായി, ശുശ്രൂഷകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയോ കാലമായി. പക്ഷെ ഇന്നും ആരോരും അറിയാതെ ഒതുക്കപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേർ ഇതിനകത്തുണ്ടാകാം. ശുശ്രൂഷകളുടെ വലിപ്പങ്ങൾ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, എന്നേക്കാൾ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന, എന്നേക്കാൾ നന്നായി ആത്മാവിൽ പ്രവചിക്കാൻ കഴിയുന്ന ഒരുപാട് പേർ ഈ റൂമിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്ക് തോന്നും, എന്തേ കർത്താവേ ഞാൻ പുറത്തു വരാത്തത്, എനിക്ക് ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തേ എനിക്ക് അവസരങ്ങളില്ലാത്തത്? ആത്മാവ് നിന്നോട് പറയുന്ന ഒരു കാര്യം, ഈ വർഷം ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. നിനക്ക് വേണ്ടി വേദികൾ ഒരുക്കപ്പെടും. നിന്റെ അഭിഷേകം ദൈവം കൃത്യസമയമാകുമ്പോൾ പുറത്തു കൊണ്ടുവരുമെന്നേ.
ഞാന് ഒരിക്കലും ദൈവത്തോട് ഞാൻ നീണ്ട 30 വർഷമായി ഞാൻ സഭാശുശ്രൂഷയോട് ബന്ധത്തിലായിട്ട് ഏകദേശം 29 വർഷം കൊണ്ട് ഞാൻ 28 വർഷം കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന 28 വർഷത്തിന് മുൻപ് ഞാൻ കൃപാവരം പ്രാപിച്ച ഒരാളാണ്. പക്ഷെ എനിക്ക് എന്റേതായ പരിമിതിയുണ്ട്. കാരണം ഞാൻ ഒരു സഭാശുശ്രൂഷ ബന്ധത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കും ഒന്നും പോകാൻ എനിക്ക് കഴിയത്തില്ല. ഒരു സൂം മീറ്റിംഗ് പോലും ഞാൻ ഏൽക്കുമ്പോൾ എന്റെ സഭയിലെ മീറ്റിങ്ങുകൾ ആ ദിവസങ്ങൾ ഇല്ലയോ എന്ന് ഉറപ്പാക്കി ഞായറാഴ്ചക്ക് ശേഷം പിറ്റേ ഞായറാഴ്ചക്കകത്തുള്ള മീറ്റിങ്ങുകളൊക്കെ ഞാൻ ഏൽക്കാറുള്ളൂ. അതിനു മുൻപുള്ള മീറ്റിംഗ് ഞാൻ ഏറ്റാൽ ഞാൻ അവരോട് അപ്പോഴേ പറയും ഞായറാഴ്ച കഴിഞ്ഞേ ഞാൻ ഉറപ്പ് പറയത്തുള്ളൂ. കാരണം എന്റെ സഭയിൽ മീറ്റിങ്ങുകൾ മുടക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനൊരു പാസ്റ്റർ ഭാര്യ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒത്തിരി പരിമിതികൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നെന്ന്, ഞാൻ നിന്നെ അയക്കുമെന്ന്, നീ അനേകരുടെ ദൈവത്തിന് വചനമായി നിൽക്കുമെന്ന്. ഞാൻ എങ്ങും പോയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചോ. ആത്മാവ് എന്നോട് പറഞ്ഞൊരു ഭാഗമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആത്മാവ് പറയാ, ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കി, ഞാൻ എന്റെ പൂണിയിൽ മറച്ചു വെച്ചു. നിന്നെ മിനുക്കി വാളാക്കി. ദൈവത്തിന്റെ ആത്മാവ് അത് യശപ്രവാചകന്റെ പുസ്തകത്തെ നമ്മളത് വായിക്കുന്നുണ്ട്. ആ വേദഭാഗത്ത് വായിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നു, ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കി, ഞാൻ നിന്നെ മറച്ചു വെക്കും, എന്റെ പൂണിയിൽ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് പറയാ, ഞാൻ ഒരു ദിവസം അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാ. എന്നിട്ട് പറയാ, ഞാൻ നിന്നെ മഹത്വീകരിക്കപ്പെടും, നിന്നെ പുറത്തു കൊണ്ടുവരേണ്ട ദിവസമാക്കുമ്പോ ആത്മാവ് പറയും, നീ പുതുതായിരുന്നാ മതി, നീ മിനുങ്ങിയിരുന്നാ മതിയല്ലേ, നീ മൂർച്ചയുള്ള വാളായിരുന്നാ മതിയല്ലേ, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്, അത് നിന്റെ ദിവസമായിരിക്കും. ഫെലിസ്തീൻ വന്ന് വെല്ലുവിളിക്കുമ്പോഴേ ഫെലിസ്തീൻ വന്ന് വെല്ലുവിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കാറുണ്ട്, ദാവീദിനെ പുറത്തു കൊണ്ടുവരേണ്ട സമയമായപ്പോ ഒരു ഫെലിസ്തീനെ ദൈവം അവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്താ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാ. ഫെലിസ്തീൻ ഒരു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിച്ചതൊക്കെ നമ്മൾ പറയുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ദാവീദേ, നിന്റെ ദിവസമായി, നീ ഇനി മറന്നിരിക്കേണ്ടവരല്ല, നീ പുറത്തു വരേണ്ട ദിവസമായി, സകലരും നിന്നെ അറിയേണ്ട ദിവസമായി. ദിവസം വരികയാ. ആത്മാവ് നമ്മളോട് പറയുന്നു, ശത്രുവിന്റെ വലിപ്പം നോക്കി ഭാരപ്പെടരുത് കേട്ടോ. അവന്റെ നീളമോ വണ്ണമോ ഉയരമോ നീ നോക്കേണ്ട കാര്യമില്ല. ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ പുതുതാക്കിയാൽ പർവ്വതങ്ങൾ പൊടിക്കാൻ, കുന്നുകളെ തകർക്കാനുള്ള അഭിഷേകമാ. നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നം എത്ര വലുതാകട്ടെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിന്റെ വലിപ്പം എത്ര വലുതാകട്ടെ, അതിന് ഉയരമോ വണ്ണമോ അതിന്റെ പൊക്കമോ നീ നോക്കി ഭയപ്പെടേണ്ട. ദാവീദ് പറയുന്നത് പോലെ പറയണോ, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം. അത് നീ വരുന്നത് വാളും കുന്തമായിട്ടൊക്കെയാ, പക്ഷെ ഞാൻ വരുന്നത് വാളും കുന്തമായിട്ടൊന്നുമല്ല. സൈനികരുടെ യഹോവയുടെ നാമത്തിൽ ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, ഞാനല്ല യുദ്ധം ചെയ്ത യുദ്ധം യഹോവയുടേതാ. ഈ പുതിയ വർഷം നമ്മളൊന്ന് പുതുതാകാൻ തയ്യാറാകുന്നുണ്ടോ? കവണിയുടെ വലിപ്പമോ കല്ലിന്റെ പെരുപ്പമോ അല്ല മല്ലനായ ഗൊല്ലിയാത്ത് വീണത്. കവണയും കല്ലുമറിയാവുന്ന എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിനകത്ത് അഭിഷേകം തികട്ടി വരുന്നവൻ, പാടുവാൻ കഴിവുള്ള ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടാകുക, പ്രസംഗിക്കാൻ അറിയാവുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടാകുക, പ്രവചിക്കാൻ കഴിവുള്ളവർ ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടാകുക. പക്ഷെ ആത്മാവ് പറയുന്നു, ശത്രുവിനെ കീഴ്പ്പെടുത്താൻ എന്റെ മാനുഷ്യമായ കരുത്തല്ല വേണ്ടത്, എന്റെ രാഷ്ട്രീയ സ്വാധീനമല്ല വേണ്ടത്, എന്റെ കുടുംബത്തിനകത്ത് ആൺമക്കൾ ഉള്ളതല്ല വേണ്ടത്. ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയാ, നമ്മിലൊരു അഭിഷേകം വ്യാപരിക്കണം. മുന്നിലുള്ള പർവ്വത സമമായ വിഷയങ്ങളെ നോക്കി നമ്മൾ വിളിച്ചു പറയണോ, പർവ്വതമേ നീ മാറിപ്പോക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയും ഞാൻ. എന്നോട് തന്നെ പ്രവചിക്കണം. ദൈവത്തിന്റെ വചനല്ലേ പറഞ്ഞ അനുഗ്രഹോഷാവോ നിന്റെ നാവിന്റെ അധികാരത്തെ കീഴിലിരിക്കുക. ഇന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, ജീവനും മരണമോ എന്റെ നാവിന്റെ അധികാരത്തിലാണെങ്കിൽ നീ കൽപ്പിക്കുന്നേ, നിന്റെ ജീവിതത്തോട് നോക്കി കൽപ്പിക്ക. കടഭാരങ്ങൾ വളരെ വലുതായിരിക്കാം, നിന്റെ അധ്വാനം കൂടെ അതിനെ വീട്ടാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കാം. കുഞ്ഞിന്റെ വിവാഹം നടത്തണോ, നിന്റെ കയ്യിലുള്ളത് ചെറുതായിരിക്കാം, അതുകൊണ്ട് നിനക്ക് നിന്റെ കയ്യിലുള്ളത് കൊണ്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ലായിരിക്കാം. ആത്മാവ് നിന്നോട് പറയുന്ന ഒരു ദൂത്, പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കാൾ നീ ദൈവത്തിന്റെ വലിപ്പത്തെ കാണണോ. അപ്പോൾ ആത്മാവ് നിന്നോട് പറയുന്നു, പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കാൾ നിന്നിലുള്ള ദൈവത്തിന്റെ വലിപ്പത്തെ ആത്മാവ് പറയുന്നു, നീ ഒന്ന് കാണാൻ തയ്യാറാക.
ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, ശത്രു അപഹരിച്ചു കൊണ്ടുപോയത്, ശത്രു കൊണ്ടുപോയത് മടക്കി തരാ ഞാൻ ശക്തനാ. പക്ഷെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, ഗിദെയോനോട് പറഞ്ഞതുപോലെ പറയുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കാനല്ല പറഞ്ഞത്, എഴുന്നേൽക്ക, നീ പുറപ്പെട. യുദ്ധം ദൈവത്തിൻ്റെതാ. പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കാൾ നീ ദൈവത്തിന്റെ വലിപ്പം ഒന്ന് കാണുക. ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, പർവ്വത സമം പോലെ നിന്റെ മുൻപിൽ നിൽക്കുന്ന വിഷയങ്ങൾ അത് മാറിപ്പോകാൻ തുടങ്ങുകയാ. നീ പ്രവചിക്കാതിനെ നോക്കി, നീ പ്രവചിക്കുന്ന വിശ്വാസത്താൽ പ്രവചിക്ക. അടിവരയിട്ട് ആത്മാവ് പറയുക, ആമേൻ, ആ വിഷയത്തെ നോക്കി പ്രവചിക്ക. അത്ഭുതങ്ങൾ സംഭവിക്കും. നീ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയൂ, ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെന്ന്. ആമേൻ. നമ്മെ പുതുതാക്കുന്ന ഒരു ദൈവം. അഭിഷേകത്തിന് നിറവ് എങ്ങനെയാണ് നമ്മൾ പുതുതാക്കുന്നത്? നമ്മുടെ കരുത്ത് കൊണ്ടല്ല. അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോ, അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോ, ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിനകത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ പുതുതാകുകയാണെന്ന്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവിന്റെ ആദരത്തെ ഒന്ന് പുതുതാക്കണം. ആമൻ. യെശയ്യാവ് 5-ാം അധ്യായം വരെ ജനത്തെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. 6-ാം അധ്യായം വന്നപ്പോ അവൻ സ്വർഗീയ ദർശനം കണ്ടപ്പോ അവൻ തന്നോട് തന്നെ പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം. വലിയ പ്രവാചകന, ഞാൻ ശുദ്ധിയില്ലാത്ത ആതരങ്ങളുള്ള ഒരു മനുഷ്യൻ. അവൻ അവിടെ ഒരു കൊടിൽ കൊണ്ടുവന്ന് അവന്റെ ആദരത്തെ തൊടുകയ. അവൻ ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് പറയുക, അവനൊരു തീക്കനൽ ഒരു കൊടിനകത്ത് കൊണ്ടുവന്ന് ദൂതനാണെന്ന ആദരത്തെ തൊട്ടപ്പം അവൻ ആദരത്തിന് ശുദ്ധി വന്നു. അവൻ ഇന്ന് ഒരു തീക്കനൽ കൊണ്ടുവന്ന് നമ്മുടെ ആദരത്തെ ദൈവാത്മാവ് തൊടുകയല്ല. ആത്മാവ് പറയുക, യേശുവിന്റെ രക്തത്താൽ ഏത് തീക്കനലിനേക്കാൾ ശക്തിയുള്ള പുതിയ ദൈവത്തിൽ ആമേൻ, ആ ദൈവാത്മാവ് നമ്മളോട് പറയുക, യേശുവിന്റെ രക്തത്താൽ അവർ നമ്മുടെ ആദരത്തെ തൊടുകയാണെന്നേ. നമുക്കൊരു പുതിയ ആദരം ദൈവം നൽകുകയാ. അവിടെ നമ്മുടെ നാവിനെ തൊടുകയ, ഒരു പുതിയ നാവ് നമ്മുടെ നാവിൽ തരികയാണെന്നേ. നമുക്ക് പറയാം, ഇന്നലെ പ്രസംഗിച്ചതുപോലെയല്ല. ഓരോ പ്രസംഗത്തിന് മുന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ചതുപോലെയല്ല ഇന്ന് പുതിയൊരു അഭിഷേകം എന്റെ മേൽ പകരണോ. ഓരോ മെസ്സേജ് പറയുമ്പോഴോ നമുക്കത് പറയാൻ കഴിയുമോ, കർത്താവ് ഇന്നലെ വരെ ഞാൻ ആയിരുന്നത് പോലെയല്ല. ഇന്നലെ ഞാൻ മിടുക്കരാണെന്ന് പറഞ്ഞു വരികയാണ്. പ്രസംഗം ചിലയിടത്തൊക്കെ വേണ്ടുപോലെ ശോഭിക്കാതെ പോയിട്ടുണ്ട്, അതൊക്കെ അതിനകത്ത് വരും. പക്ഷേ നമ്മൾ ദൈവത്തോട് പറയണോ, ഞാൻ ഇന്ന് രാവിലെ വരെ പ്രസംഗിച്ചതുപോലെയല്ല, ഞാൻ ഇന്ന് രാവിലെ ആരാധിച്ചതുപോലെയല്ല, ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചതുപോലെയല്ല. ഞാൻ അടുത്ത നിമിഷം മുട്ടുമടക്കുമ്പോ ആ ദൈവസ്ഥാനത്ത് വെണ്ണിലേക്കൊന്ന് വരണോ. ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മശക്തി ഒന്ന് അനുഭവിക്കണോ. ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത ഭാഷയുടെ നാവിൽ വരണം. എന്റെ അകക്കണ്ണുകൾ തുറന്ന് എനിക്ക് സ്വർഗീയ വെളിപ്പാടുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒന്ന് കാണണം. അപ്പോസ്തലൻ പൗലോസ് ഒത്തിരി സഭകൾ സ്ഥാപിച്ച അപ്പോസ്തലൻ പൗലോസ് പറയുക, ആമൻ തികഞ്ഞു എന്നല്ല, തികഞ്ഞവനായി എന്നല്ല കേട്ടോ. അവൻ വെളിപ്പാടുകൾ ആധിക്യമുള്ള മനുഷ്യൻ, അവൻ വെളിപ്പാടുകൾ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ ശൂലം പ്രാപിച്ച മനുഷ്യൻ. ഒത്തിരി പേര് ക്രിസ്തുവിലേക്ക് നടത്തിയ മനുഷ്യൻ പറയാ, ഞാൻ തികഞ്ഞിട്ടില്ല, ഞാൻ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അപ്പോസ്തലൻ പൗലോസ് പറയാ, ആമേൻ, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ദൈവിക വെളിപ്പാട് ഉള്ളത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറുതാണെന്ന് നമുക്ക് തോന്നും, ഏറ്റവും ചെറുതാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും ചെറുതാണ് ആ വെളിപ്പാടിന് പ്രത്യേകത. ദൈവത്തെ അകക്കണ്ണുകൾ തുറന്ന് കണ്ടാൽ ഒന്നും പ്രാപിച്ചിട്ടില്ല നമുക്ക് തോന്നും. ആമേൻ. നമ്മൾ ഈ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് സമുദ്രം കാണുന്നവരെ പോലെ നമ്മള് വലിയ സമുദ്രം നീണ്ടുന്നവർ അവിടെ കിടക്കുക, നമ്മൾ അതിന്റെ അറ്റത്ത് നിന്ന് ആ വെള്ളത്തിനകത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളന്നേ. ആഴത്തിലേക്കൊന്നും പോകാൻ, അതിന്റെ ആഴത്തിൽ എന്താണെന്നൊന്നും കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയണം, കർത്താവേ, ആമേൻ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് മഹത്വവും അഗോചരമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുമെന്ന് പറയാം. അതിന്റെ അർത്ഥം എന്നറിയാമോ? മറഞ്ഞിരിക്കുന്നത്, നിഗൂഢമായത് ദൈവം തന്റെ ഹൃദയത്തിനകത്ത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് റഹ്മാന നിനക്ക് വെളിപ്പെടുത്തി തരാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നീ ഒന്ന് ഹൃദയം തുറന്നത് പറ, കർത്താവേ, ഞാൻ തയ്യാറാ. ഈ പുതിയ വർഷം എന്നെ ഉപയോഗിക്കും. വചനം കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ, ദൈവമേ, ഈ പുതിയ വർഷം എന്നെ ഒന്ന് പുതുതാക്കണമേ, എന്നെ ഒന്ന് പുതുതാക്കണമേ, എന്റെ നാവിനെ ഒന്ന് പുതുതാക്കണമേ, എന്റെ അതരത്തെ ഒന്ന് പുതുതാക്കണമേ, എന്റെ കൈകളെ ഒന്ന് പുതുതാക്കണമേ. എന്തിനാ? ഒരുവന്റെ മേൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോ എന്നിലൂടെ അഭിഷേകത്തിന്റെ ശക്തി അവരിലേക്കൊന്ന് ഒഴുകണം. എന്റെ കണ്ണുകളെ ഒന്ന് പുതുതാക്കണം. പാവം ചെയ്യാതിരിക്കാൻ മാത്രമല്ല, ഞാൻ ഒരുവനെ നോക്കി പ്രാർത്ഥിക്കുമ്പോ അവന്റെ മേലുള്ള അന്ധകാരത്തിന്റെ വ്യാപാരം അഴിഞ്ഞു വീഴാൻ ആ ദൈവശക്തി എന്റെ കണ്ണിലൂടെ പ്രവഹിക്കണം.
എന്റെ കാലുകളെ ഒന്ന് പുതുതാക്കണോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമൻ ഉന്നതികളിൽ മേലും നടക്കാൻ, അവൻ തളർന്നു പോകാതെ ഓടാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കാൻ ആ ശക്തി എനിക്കത് പുതുക്കി തരണം. അതല്ലേ പ്രവാചകൻ പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെ പറയുക: ക്ഷീണിച്ചു പോകാതെ നടക്കാൻ, തളർന്നു പോകാതെ ഓടാൻ, കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ ആത്മാവെ ആ ശക്തി എന്നിൽ നിന്ന് പുതുക്കി വരട്ടെ. ആത്മാവ് രാവിലെ നമ്മളോട് പറയുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മൾ എല്ലാവരോടും ആത്മാവ് പറയാം. നമുക്ക് പറയാം, കർത്താവ് എന്നെ ഒന്ന് പുതുക്കണമേ, എന്നെ ഒന്ന് പുതുക്കണമേ. എന്നിലൊരു പുതിയ ശക്തി, എന്നിലൊരു പുതിയ നിറവ്, എന്നിലൊരു പുതിയ ബലം, എന്നിലൊരു പുതിയ കരുത്ത്, ഒരു പുതിയ അഭിഷേകം ആത്മാവ് പകരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പുതിയ അഭിഷേകം പ്രാപിച്ചവൻ ഏത് പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്നാക്കണ്ടത്തിൽ ആന്റിയുടെ സാക്ഷ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ കേട്ട് കാണും. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നറിയാമോ? ജീവിതത്തിന്റെ നടുവിൽ കഠിനമായ ശോധനയിലൂടെ കടന്നു പോയപ്പോ ആമേൻ വേണമെങ്കിൽ ചുറ്റുമുള്ളവർക്ക് ചോദിക്കാം. ഒറ്റയ്ക്കൊക്കെ ദൈവത്തെ, ആന്റിയുടെ സാക്ഷിയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടുള്ളൂ. ഒറ്റയ്ക്ക് ദൈവത്തെ സേവിക്കാൻ വളരെ വീറോടൊക്കെ ഇറങ്ങിപ്പോയതല്ലേ. എത്രയോ നഷ്ടങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിനകത്ത് വന്നു. ആമേൻ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു. ആമേ ജീവിതത്തിന്റെ നടുവിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറം പ്രശ്നങ്ങൾ വന്നില്ലേ. എന്നിട്ടും എന്താ ഉറച്ചു നിൽക്കുന്നത് അറിയാമോ? അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ പുറമെയുള്ള മനുഷ്യനാ ക്ഷയം വന്നത്, അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാ. വാർദ്ധക്യത്തിലും അവർ പച്ച പിടിച്ച് പുഷ്ടി വെച്ചിരിക്കും, അവർ ബലം കായിക്കുന്നേ. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോഴോ ഇന്ന് രാവിലെ ആത്മാവ് നമ്മളോട് പറയുന്നു. നമ്മൾ പലരും പറയാറില്ലേ, എന്റെ ബലം ക്ഷയിച്ചിട്ടുണ്ട്, എന്റെ കരുത്ത് ചോർന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. മലകൾ പോലെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികളോട് നമ്മൾ പ്രവചിക്കണം, നമ്മൾ പറയണം. പാമ്പുകളെ, തേളുകളെ, ശത്രുവിനെ, സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ആർക്ക് അധികാരം തന്നിരിക്കുന്നത്? നമുക്ക് അധികാരം. ഓരോരുത്തർക്ക് ദൈവം അധികാരം തന്നിരിക്കുക. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അധികാരത്തെ കുറിച്ച് നാം അറിവില്ലാതെ പോകരുത്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ അറിവില്ലാതെ പോകരുത്. നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പ്രവാചകനെ വിളിക്കാനല്ല പറഞ്ഞത്. നീ ഒന്ന് എഴുന്നേൽക്ക്, അരമുറുക്ക്, വഴി സൂക്ഷിക്ക്, നിന്നെ തന്നെ നല്ലവണ്ണം ഒന്ന് ശക്തീകരിക്കുക. ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ ശുശ്രൂഷയെ തകർത്ത് കളവാൻ, നമ്മുടെ തലമുറയെ കൊണ്ടുപോകാൻ, നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികളെ തടഞ്ഞു വെക്കാൻ ശത്രു നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുമ്പോ നീ ഒന്ന് എഴുന്നേൽക്കണം കേട്ടോ. നീ ഒന്ന് എഴുന്നേൽക്കണോ, നീ ഒന്ന് അരമുറുക്കണോ, നീ ഒന്ന് നിന്നെ തന്നെ നല്ലവണ്ണം ഒന്ന് ശക്തീകരിക്കണോ. സംഹാരകൻ വന്നു കൊണ്ടുപോയിട്ടല്ല, പോകുന്നതിന് മുൻപേ വിട്ടുതരത്തില്ലെന്ന് പറയാൻ ധൈര്യത്തോടെ എഴുന്നേൽക്കണം നമ്മള്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകിയ നന്മകൾ മടക്കി പ്രാപിക്കാതെ. ഇനി നമ്മൾ ചിലതൊക്കെ നഷ്ടമായി പോയെന്നിരിക്കട്ടെ, നഷ്ടമായി പോയി, ശത്രു കൊണ്ടുപോയി, മക്കളെ ശത്രു കൊണ്ടുപോയി. പക്ഷേ നമ്മൾ പറയണം, കർത്താവേ മടക്കി തരണം. ഏത് ശക്തിക്കും മീതെ ശക്തിയുള്ളവനാണ് എന്റെ ദൈവം സർവ്വ സൈന്യാധിപനാണ്. അവന്റെ ശക്തിക്ക് മുമ്പിൽ ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? യഹോവ യുദ്ധവീരനാണെന്നേ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വലിയവനാണെന്നേ ആത്മാവ് നമ്മളോട് പറയുന്നു. ഈ ദിവസങ്ങൾ ദൈവസന്നിധാനം അടുത്തിയെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാൻ, ഒന്ന് ഇടിവിൽ നിൽക്കാൻ. അനീതിയുള്ള ന്യായാധിപനടുക്കൽ വിധവ ചെന്ന് അസഹ്യപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങൾ ദൈവസന്നിച്ചല്ലേ ലിസി ഡാനിയൽ ആന്റി ആത്മാവ് പറയുക, നീ ഒന്ന് ലജ്ജ കൂടാതെ ഒന്ന് മുട്ടാൻ തയ്യാറാകുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു പ്രതിക്രിയ ഉണ്ട് കേട്ടോ, ദൈവത്തിന് ഒരു ഇടപെടൽ നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ തുടങ്ങുകയാണ്. നാളുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, നിനക്ക് പരിഹാരം കാണാൻ കഴിയാതെ നിന്റെ മുൻപിൽ പർവ്വത സമം പോലെ ഉയർന്നു നിൽക്കുന്ന വിഷയങ്ങൾ. എനിക്ക് ന്യായം നടത്താൻ ആരുമില്ല, ഞാൻ ബലഹീനയാ, എനിക്ക് പൊരുതി ജയിക്കാൻ കരുത്തുമില്ല എന്ന് നീ പറയുമ്പോ ആത്മാവ് നിന്നോട് പറയുന്നു, ബലവാനായവൻ നിന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. ആ ദൈവം നിന്നെ പുതുതാക്കുകയാ, ദൈവം നിന്നെ ശക്തീകരിക്കുകയാ. ആത്മാവ് പറയുന്നു, നീ ദിവസങ്ങൾ വായ തുറന്നൊന്ന് പറ, വചനമൊന്ന് ഉരുവിട, വാക്യത്വങ്ങളൊന്ന് ഉരുവിട. വീടിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. മക്കളെ കടക്കാർ കൊണ്ടുപോകുന്നെന്ന് അറിഞ്ഞപ്പോ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലിശയുടെ അടുക്കൽ വന്നു
വന്ന് അവനോട് പറയാ, മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങിയ അവൻ നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ചെല്ല്, പകര്. അവൻ നിന്റെ വീട്ടിൽ നിന്നിൽ എന്താ ഉള്ളത്? ആത്മാവ് നിന്നോട് പറയുക, അവൻ ശത്രു കൊണ്ടുപോകുന്നതിന് മുമ്പ് നീ അതൊന്ന് പകരണ്ടേ. അവൻ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുകയാണ്. വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. ഇന്ന് രാവിലെ ആത്മാവ് ഇതിനകത്ത് സംബന്ധിക്കുന്ന ഓരോരുത്തരോടും ദൂതുകൾ, നമ്മളെല്ലാവരോടും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പറയാം. ഞാൻ ചിലരുടെ പേരുകൾ പറഞ്ഞെങ്കിൽ എല്ലാവരോടും, എനിക്കറിയാം ഇതിനകത്ത് എല്ലാവരോടും ആത്മാവ് സംസാരിക്കുന്നുണ്ട്. ആത്മാവ് നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ പുതുതാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിന്നെ പല്ലേറിയത് മൂർച്ചയുള്ളതാക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പുതിയതായി പല്ലേറിയതായിട്ട് അവൻ അടച്ചു വെക്കാനല്ല, വിളക്ക് കത്തിച്ച പറയും കീഴിൽ വെക്കുന്നത് പോലെ അടഞ്ഞിരിക്കാനല്ല, നീ ഒരു പ്രയോജന പാത്രമായി മാറാൻ, ചിലതിനെ തകർക്കാൻ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന് നേരെ വരുന്ന പ്രതിസന്ധികളെ ജയിക്കാൻ, നമ്മുടെ കുടുംബത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളെ ജയിക്കാൻ അകക്കണ്ണുകൾ തുറന്ന് നമ്മൾ കാണണം. എന്താ ഇതിന്റെ ഒരു പ്രത്യേകത അറിയാമോ? അവൻ നമ്മളൊന്ന് പുതുതാക്കുമ്പോ, നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോ, അവൻ അതുകൊണ്ടല്ലേ സദർശിവാക്യത്തിൽ പറയുന്നത്, അവൾ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുന്നു. അവൻ എന്ന് വെച്ചാൽ വീട്ടിലുള്ളവൻ ഒരുവന്റെ സ്വഭാവം മാറിയ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ തിരിച്ചറിയണം. ആത്മാവ് ഉള്ളിലുള്ളവൻ തിരിച്ചറിയണം. ശത്രു കൊണ്ടുപോയിട്ടല്ല അറിയേണ്ടത്, അതിന് മുൻപേ നമ്മൾ അറിയണം ശത്രു കൊണ്ടുപോകുന്നുണ്ടെന്ന്, പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന്. നമ്മുടെ മക്കളെല്ലാം ദൈവകൃപയിൽ നിൽക്കുന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കേട്ടോ. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളവാൻ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി നടക്കുമ്പോ സഭാ ശുശ്രൂഷയിൽ നിന്ന് ആമേൻ വീണുപോയവർ ആമേൻ ഇവിടെ നിൽക്കുകയാണ്. പ്രാർത്ഥിക്കണം, ഇടിവി നിൽക്കണം. മക്കൾ കല്യാണം കഴിഞ്ഞ് എന്റെ മാതാപിതാക്കളൊക്കെ വിചാരിച്ചൊരു കാര്യമുണ്ട്, പെൺമക്കളെ പിടിച്ച് ഒരുവന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്വസ്ഥമായെന്ന്. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന കാലമല്ല കേട്ടോ. ആമേൻ. പ്രാർത്ഥിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം അതാ, നമ്മുടെ ഉത്തരവാദിത്തം അതാ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന് ഇടിവി നിൽക്കണം. നമുക്ക് ആമേൻ വേഗത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി പറയുക. ആത്മാവ് പറയാം, ബിജോ ബിജോ ആമേൻ, വിജി ബിജോ ആമേൻ. ആത്മാവ് വിളിച്ചു പറയുന്ന ഒരു ദൂത ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാ. അത് സമാപ്തിയിലേക്ക് വരുവാൻ അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആത്മാവ് വിളിച്ചു പറയുന്നു, ചില ദൈവിക വാക്തത്വങ്ങളുടെ നിവർത്തീകരണം അത് വെളിപ്പെടാൻ സമയമായി. ദിവസങ്ങളിൽ ആത്മാവ് പറയുന്നു, ആമേൻ, നാളുകളെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടിയായി ആത്മാവ് ഇറങ്ങി വരാൻ പോകുകയാണെന്ന് ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുക. പ്രീതി ആമേൻ ശങ്കരത്തിൽ, അവൻ അങ്ങനെയാണോ പേരെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് കൈയൊത്ത പ്രിറ്റി ശങ്കരത്തിൽ നിന്നാണ് അവളുടെ അവൻ സഹോദരിയുടെ പേര്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഓക്കെ. ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, സക്കരിയാവിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്ന, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് 2026 നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുന്ന ദിവസമാ. വ്യക്തമായി ചില ഉത്തരങ്ങൾ അത് അടയാളമായി. ഒരിക്കൽ സാറ പറഞ്ഞു, ആമെ കേൾക്കുന്നവരെ, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് അവള് പറയാ, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും. കാരണം ആമെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് ഒന്നെന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആത്മാവ് നിന്നോട് പറയുന്നു, അസാധ്യമെന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ സാധ്യതകൾ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ആമെ ശത്രുവിന്റെ വലിപ്പത്തെക്കാൾ ദൈവത്തിന്റെ വലിപ്പത്തെ നീ ഒന്ന് കണ്ടേ. പ്രതിസന്ധിയുടെ വലിപ്പത്തെക്കാൾ ആമെ ദൈവത്തിന്റെ വലിപ്പത്തെ നീ ഒന്ന് കണ്ടേ. പ്രവർത്തിക്കുന്നവൻ ഞാനാ, ഇടപെടുന്നവൻ ഞാനാ, നിനക്ക് വേണ്ടി വാദിക്കുന്നവൻ ഞാനാ, നിനക്ക് വേണ്ടി ഉത്തരവാദി ഞാനാ. ആത്മാവ് വിളിച്ചു പറയുന്നു, ധൈര്യമായി നിൽക്കുക, പ്രവർത്തിക്കുന്നവൻ ഞാനാ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൺക്ലൂഷൻ ഒന്നുമില്ല. ആമേൻ. സമയം കൃത്യമായി എന്ന് എനിക്കറിയാം. ആമേൻ. എന്നോടൊപ്പം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവിന്റെ വരവ് താമസിക്കും. പിന്നെയും ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാവരും ഇതെനിക്കറിയാം, ഇതിനകത്ത് പലയിടത്തു നിന്നുള്ള ഇതിനകത്ത് സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരുപോലെ പ്രയോജനപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2026 നമുക്കെല്ലാം ഒരു പുതിയ അനുഭവം, ഒരു പുതുക്കം ആമേൻ നമുക്ക് ലഭിക്കുന്ന വർഷമാകട്ടെ. അതിനായി ആത്മാവ് നമ്മളെ ഒരുക്കുന്ന ദിനങ്ങളാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിനെ ഇതിനകത്ത് സംബന്ധിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർ കടന്നു വന്ന് ഈ മീറ്റിംഗിൽ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഈ 2026 ഇതിനെ വർദ്ധിപ്പിക്കുന്ന വർഷം കൂടെ ആകട്ടെ. ദൈവം അങ്ങനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.